എടാ എന്തായാലും ഇനി ബസ്സില്ല, റൂം എടുക്കാൻ നിന്റെ കയ്യിലോട്ട് കാശുമില്ല. പിന്നെ കൊതുകുകടി കൊണ്ട് വല്ല രോഗവും വരുത്തി വെക്കാനാണോ നിന്റെ ഭാവം? നീ വിളിച്ചു നോക്ക്, തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു തീർക്കാം. സമയത്തിലായില്ല അവൻ. എന്തായാലും ഞാൻ മെസ്സേജ് നോക്കാം. റിപ്ലൈ വരാണെങ്കിൽ എന്തായാലും ഞാൻ വിളിച്ചോളാം. ശരി അമ്മ, ശരി. ഏട്ടത്തി സുഖമാണോ? ഞാൻ ഇവിടെ എറണാകുളത്തുണ്ട്. ഹലോ, എന്തായി? ഏട്ടത്തി വിളിച്ചോ? ആ അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഏട്ടത്തിയുടെ വീട്ടിൽ പോവാന്ന്. പോകുന്നുണ്ടോ? മെസ്സേജ് അയച്ചിട്ടുണ്ട്, മെസ്സേജ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു മറുപടി ഒന്നും വന്നിട്ടില്ല. അയ്യോ, അപ്പം എന്ത് ചെയ്യും? അത് ഞാൻ എന്തായാലും ചെയ്തോളാം. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ 10 മണി ഞാൻ ഫോൺ ഉപയോഗിക്കരുതെന്ന്. ഇനി ഓൺലൈനിൽ കണ്ടോണ്ടല്ലോ, കിടന്നുറങ്ങാൻ നോക്ക്. ഹലോ ഏട്ടത്തി. എടാ, നീ എറണാകുളത്തുണ്ടോ? എന്തിനു വന്നാടാ? വന്നിട്ട് നീ ഇതുവരെ എന്താ എന്നെ വിളിക്കാന്ന്? ഒരു ഇന്റർവ്യൂവിൻ്റെ ആവശ്യത്തിന് വന്നോ. ബസ്സെല്ലാം പോയി. ഞാൻ അവിടെ വൈറ്റിലെ ഹബിലുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിനെ വിളിച്ചു നോക്കാന്ന് കരുതി. രാത്രി ആയതുകൊണ്ടാണ് പിന്നെ മെസ്സേജ് ഇട്ടേ. നീ ഒരു കാര്യം ചെയ്, ഞാൻ ഊബർ ബുക്ക് ചെയ്ത് തരാം. നീ അതിലിങ്ങ് പോരെ. ആ ഏട്ടത്തി, നീ എവിടെ എത്തിയടാ? നീ വന്നോണ്ടിരിക്കണം. എടാ, ഞാൻ വരാൻ ലേറ്റ് ആവും. നീ ഒരു കാര്യം ചെയ്, അവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചാൽ സ്പെയർ കീ തരും. നീ അത് വാങ്ങിച്ച് കയറിയിരിക്കെ. ഞാൻ അപ്പോഴത്തേക്ക് അങ്ങ് വരാം. ഓക്കെ? ആ ശരി ഏട്ടത്തി.
നീ എന്താടാ പന്തം കണ്ട പെരിച്ചാഴിയോട് നിൽക്കുന്നേ? നിന്റെ അമ്മയ്ക്കും ചേട്ടനും ഒക്കെ സുഖമാണോ? ആ മഞ്ജുലൊക്കെ വിളിക്കാറുണ്ടോടാ? ആ പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം? നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല ഏട്ടത്തി. ഞാനിവിടെ ഫുഡ് വെക്കലൊന്നും ഇല്ല. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. നീ ഇപ്പം ബിയറടിയൊക്കെ ഉണ്ടോ? ഇവിടെ ആരെയും പേടിക്കൊന്നും വേണ്ട, നീ എടുത്ത് കുടിക്കും. അയ്യോ എന്തുവാടാ അത്? ഒന്നുമില്ല. എന്താ കയ്യിലിരിക്കുന്നെ? അതെന്താന്ന്? ബിയർ. ഇതൊക്കെയല്ലേ കുടിക്കുന്നേ? തണുത്ത ബീർ കഴിക്കുമ്പോഴേ ഞാൻ നിന്നെ ഓർക്കാറുണ്ട്. നീ എന്തെങ്ങനെ വണ്ടടിച്ച് നിൽക്കുന്നേ? നിനക്ക് വേണ്ടേ? അതോ ഇപ്പൊ ഇതൊന്നും ഇല്ലേ? കുടിക്കടാ. കുടിക്ക്. കുടിക്കാം. നീ ഇതും കുടിച്ചിട്ടേ ഇവിടെ ഇരിക്കെ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇന്ന് കൊറേ വിയർത്ത ദിവസമാണ്. വന്നിട്ടേ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം കേട്ടോ. ഹലോ. അവള് വന്നോടാ? ഞങ്ങളെ കുറിച്ച് വല്ലതും ചോദിച്ചോ അവള്? പിന്നെ നീ ഒരു അകലോട്ട് നിന്നാ മതി, താന്നൊന്നും കൊടുക്കാൻ പോകണ്ട. അവളുണ്ടോ അടുത്ത്? ഇല്ലമ്മ, കുളിക്കാം. അമ്മ ചുമ്മിരിക്കാവോ? ഏട്ടത്തിപ്പ പഴയപോലൊന്നുമല്ല. നീ ഏതായാലും അവിടുത്തെ അവളുടെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. ഉണ്ണിക്ക് വീണ്ടും അവളെ ഒന്ന് വിളിച്ചോണ്ട് വന്നാ കൊള്ളാന്നുണ്ട്. എന്റെ അമ്മ അതൊന്നും നടക്കില്ല. അമ്മ എന്താ വെച്ചാൽ ചെയ്യും, ഞാൻ നമ്പർ തരാം. അമ്മ വിളിക്കോ സംസാരിക്കോ എല്ലാം നിങ്ങളെന്താ ചായ്ക്കോ. അമ്മ ഏട്ടത്തി വരണം തോന്നുന്നു, ഞാൻ പിന്നെ വിളിക്കാം. എടാ, പിന്നെ നീ അവിടെ നിന്നും കഴിക്കാനൊന്നും നിൽക്കണ്ട. നേരം വെളുത്ത ഉടനെ തന്നെ ഇങ്ങ് പോന്നേക്കണം. ശരി ശരി അമ്മ, ശരി എന്നാ.
എന്താടാ നിനക്കൊരു വെപ്രാളം? ഏട്ടത്തി ഏട്ടത്തിക്ക് ശരിക്കും എന്താ പറ്റിയ? എന്നെ ഹരിക്കുട്ടാന്ന് വിളിക്കുന്ന പഴയ ചിത്രേട്ടത്തി അല്ലല്ലോ അത്. ടൗണിലൊക്കെ ജോലി കിട്ടിയ ആൾക്കാർ ഇങ്ങനെയൊക്കെ മാറും. ഈ ബിയറടിയൊക്കെ തുടങ്ങി. ആ ഏട്ടത്തി എന്തെങ്കിലും ഒന്ന് പറ. മദ്യപാനം മോശശീലമാണോടാ? അപ്പൊ നീ കുടിക്കുന്നതോ? അത് പിന്നെ ഞാൻ ഒരാണല്ലേ, അതുപോലെയാണ് ഏട്ടത്തി. ഓ, ആണ് പെണ്ണ്. പല ദുശീലങ്ങളും ആണുങ്ങൾക്കാവാം, ഒരു കുഴപ്പമില്ല. അത് പെണ്ണ് ചെയ്ത ഭൂകമ്പം. അതല്ല ഏട്ടത്തി, നിങ്ങൾ പെണ്ണുങ്ങൾ ഞങ്ങളെപ്പോലെ അല്ലല്ലോ. നിനക്കേ എന്റെ മുഖത്തോക്കി സംസാരിക്കാനേ ഈ ഒരു ഗ്ലാസ് ബിയറിന്റെ പവർ പോരാ. ഗ്ലാസ് എടുക്കടാ. നിനക്ക് എന്താ അറിയണ്ടേ? ഏട്ടത്തി എങ്ങനെ ഇങ്ങനെയായത്? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് എങ്ങോട്ടാ പോയത്? ഇപ്പോഴാണോ നീ ഇതൊക്കെ അന്വേഷിക്കുന്നത്? ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചാ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എടാ, അന്ന് ഞാൻ അവിടുന്ന് പോയത് എൻ്റെ വീട്ടിലോട്ട് തന്നെ. പിന്നെ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാലേ അച്ഛനമ്മമാർക്ക് ഉത്തരവാദിത്തം തീർന്നു. പിന്നെ സ്വർഗമായാലും നരകമായാലും ബാക്കി ജീവിതം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ജീവിച്ചു തീർക്കണം. എനിക്ക് പിന്നെ നിന്റെ വീട്ടിലോട്ട് തിരിച്ചു വരാനായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടതൊരു ജോലിയായിരുന്നു. അന്വേഷിച്ചു. ഒരു കൂട്ടുകാരി വഴി ആദ്യം ഒരു ജോലി കിട്ടി. അത് തീരെ പറ്റാണ്ട് വന്നപ്പോൾ വിട്ടു. പിന്നെ ഇവിടുന്ന് പോകാൻ തോന്നിയില്ല എനിക്ക്. എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് വലിയൊരു ഭാരം ഒഴിഞ്ഞ പോലെയാ തോന്നിയത്. വിഷമം പിന്നെ പതിയെ വാശിയായി. പല പല ജോലി മാറി മാറി ചെയ്തു നോക്കി. ജീവിക്കാൻ പണം വേണമല്ലോ. ഒടുവില് ഇവിടം വരെ എത്തി. ഇപ്പൊ എന്താ ജോലി? ആരാട്ടതി?
രാത്രിയായില്ലേ, ഞാൻ നീ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? നീ ഇങ്ങനെ വഴക്കുണ്ടാക്കിയാൽ ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം. നാളെ രാവിലെ ഞാൻ അങ്ങെത്താം, അതുപോലെ. എന്നിട്ട് ഞാൻ കുറേ നേരം നിന്റെ കൂടെ ഇരിക്കാം. മതിയോ? എന്താ ഇങ്ങനെ? ഒരാളെ ഉറക്കിയിട്ട് ഞാൻ വന്നതല്ലേ ഉള്ളൂ. ഈ രാത്രി ഇനി വീണ്ടും കാണണം. എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരുള്ളൂ. തൽക്കാലം ഞാൻ അടുത്തുണ്ടെന്നോർത്ത് കെട്ടിപ്പിടിച്ച് കിടന്നു. ഇപ്പോ തൽക്കാലം ഉറങ്ങാൻ ഞാൻ ഉമ്മാറട്ടെ.